ഹലോ എവ്രി വൺ, നമസ്കാരം. സൗമ്യ സോർട്ട് ഓഫ് കുക്കിങ്ങിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് ഒരു ഈസി ആയിട്ടുള്ള നല്ല ടേസ്റ്റി ആയിട്ടുള്ള റെസിപ്പിയാണ്, ഒരു സദ്യ സ്പെഷ്യൽ റെസിപ്പി, അതായത് ക്യാരറ്റ് കിച്ചടി. കുക്കിംഗ് ടൈം വളരെ കുറവ് മതി. അപ്പോൾ ഉണ്ടാക്കാൻ വേണ്ട സാധനങ്ങൾ എന്തൊക്കെയെന്ന് നോക്കാം. ക്യാരറ്റ് കിച്ചടി ഉണ്ടാക്കാൻ വേണ്ട സാധനങ്ങൾ: 2 മീഡിയം സൈസ് ക്യാരറ്റ്, തേങ്ങ ഒരു പകുതി മുറി തേങ്ങ, അതായത് ഒരു തേങ്ങയുടെ പകുതി ചെരുവിയത്, ജീരകം 1 ടീസ്പൂൺ, പച്ചമുളക് 1 മുതൽ 3 വരെ എടുക്കാം, അതായത് നമ്മുടെ എരിവനുസരിച്ചാണ് എടുക്കേണ്ടത്. പിന്നെ വേണ്ടത് തൈരാണ്, 1 കപ്പ് തൈര്. അതുപോലെ പിന്നെ നമുക്ക് വേണം വെളിച്ചെണ്ണ, ഒരു 1 സ്പൂൺ മുതൽ 2 ടീസ്പൂൺ വരെയൊക്കെ നമുക്ക് യൂസ് ചെയ്യാം, വേണമെങ്കിൽ 3 ടീസ്പൂൺ ആയാലും കുഴപ്പമില്ല. അതുപോലെ കടുക് 1 ടീസ്പൂൺ, പിന്നെ കുറച്ച് കറിവേപ്പില എത്ര ഇട്ടാലും ഫ്ലേവറാണ്, അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമനുസരിച്ച് കറിവേപ്പില ചേർക്കാം. അതുപോലെ നമുക്ക് കടുക് വറുക്കാനായിട്ട് ഒരു 2-3 ഉണക്കമുളക്, മാക്സിമം 2-3 കേട്ടോ, അതിൽ കൂടുതൽ വേണ്ട. പിന്നെ നമുക്ക് വേണ്ടത് ഉപ്പാണ്, അത് നമ്മുടെ ആവശ്യാനുസരണം ചേർക്കാം. പിന്നെ ഒരു കാര്യം പറയാൻ വിട്ടുപോയി, തൈര് എടുക്കുന്ന സമയത്ത് എപ്പോഴും പുളി കുറവുള്ള തൈര് എടുക്കാം. അപ്പോൾ നമുക്ക് എങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം, അതിനുള്ള പ്രിപ്പറേഷനിലേക്ക് പോകാം കേട്ടോ. നമ്മൾ ആദ്യം ചെയ്യേണ്ട കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഒരു ബൗൾ എടുക്കുക. അതിലേക്ക് ഞാനത് 2 ക്യാരറ്റാണ്, മീഡിയം സൈസ് ക്യാരറ്റാണ് ചീകി വെച്ചിരിക്കുന്നത്, അതായത് ഗ്രേറ്റ് ചെയ്ത് വെച്ചിരിക്കുക. ഇത് കണ്ടോ, ഇത്രയും ചെറിയ തരികളായിട്ട് വേണം ഗ്രേറ്റ് ചെയ്തെടുക്കാൻ കേട്ടോ. ആ വലിയ ഹോളിലിട്ട് ഗ്രേറ്റ് ചെയ്തെടുക്കാൻ പാടില്ല. ഓക്കെ, ഇനി നമുക്ക് ഇതിലേക്ക് ചെയ്യേണ്ട ഒരു കാര്യം ഉപ്പിട്ട് കൊടുക്കുക എന്നുള്ളതാണ്. ഏകദേശം നമ്മൾ തേങ്ങ എല്ലാം കൂടെ മിക്സ് ആവുമ്പോൾ എത്ര ഉപ്പ് വേണോ അത്രയ്ക്കുള്ള ഉപ്പിട്ട് കൊടുക്കുക. ഇനി നമ്മൾ ചെയ്യേണ്ടത് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ, ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്യാം. എന്നിട്ട് വെള്ളം ചേർക്കാതെ തേങ്ങ അരച്ചെടുക്കണം. അപ്പോൾ എങ്ങനെ തേങ്ങ അരച്ചെടുക്കാൻ നോക്കാം, അതിൻ്റെ ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണ്, എങ്ങനെയൊക്കെയാണ് മിക്സർ ഉണ്ടാക്കിയെടുക്കേണ്ടത് നോക്കാം. നമുക്ക് കിച്ചടിക്കായിട്ടുള്ള തേങ്ങ അത് ഒരു മിക്സറിലേക്ക് മാറ്റാം. ഒരു അരമുറി തേങ്ങ മതിയാവും. ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ ജീരകം ഇട്ട് കൊടുക്കുക. ഞാനൊരു 3 പച്ചമുളക് എടുക്കുന്നുണ്ട്. നിങ്ങളുടെ ഇഷ്ടമനുസരിച്ച് നിങ്ങൾക്ക് പച്ചമുളക് ചേർക്കാം, എരിവനുസരിച്ച് കേട്ടോ. ഞാൻ ജസ്റ്റ് ഈ പച്ചമുളക് ഒന്ന് 2-3 ഒന്ന് മുറിച്ചിട്ട് ചേർത്ത് കൊടുക്കാൻ പോവാണ്. ഞാനിപ്പോൾ ഇതിലേക്ക് പച്ചമുളക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. 1 കപ്പ് തൈര് ഞാൻ ഇതിലേക്ക് അരയാൻ വേണ്ടി ഒഴിച്ചു കൊടുത്താൽ, 1 കപ്പില്ല, ഞാനൊരു 3/4 കപ്പേ ഒഴിച്ചു കൊടുക്കുന്നുള്ളൂ. പിന്നെ പുളിപ്പ് നോക്കിയിട്ട് ബാക്കി ചേർത്ത് കൊടുക്കാം. നമുക്കിനി ഇതൊന്ന് അരച്ചെടുത്തോണ്ട് വരാം. ഞാനിപ്പോൾ തേങ്ങ അരച്ചെടുത്തോണ്ട് വന്നിട്ടുണ്ട്. നമുക്കിതിനെ ഈ മിക്സ്ചറിനെ ഈ ക്യാരറ്റിലോട്ട് ചേർത്ത് കൊടുക്കാം. വേണമെങ്കിൽ ഇതിൽ ലേശം വെള്ളം ഒഴിച്ച് കൊടുക്കാം. നമുക്ക് നോക്കാം കേട്ടോ, കൺസിസ്റ്റൻസി നോക്കാം. എന്താണെന്നറിയോ, ഇതിൽ നിന്ന് തന്നെ കുറച്ച് വെള്ളമൊക്കെ ഊറും. അപ്പോൾ അതും കൂടെ നമ്മൾ കൺസിഡർ ചെയ്തിട്ട് വേണം വെള്ളം ഒഴിച്ചു കൊടുക്കാൻ. നല്ല കട്ടിക്കല്ലേ ഇരിക്കുക. ഞാൻ അരയ്ക്കുന്ന സമയത്ത് തൈര് മാത്രമേ ഒഴിച്ചു കൊടുത്തുള്ളൂ, വെള്ളം ഒന്നും ഒഴിച്ചിട്ടില്ലായിരുന്നു. അപ്പോൾ ഒരു ലേശം പൊടിക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഞാൻ ജസ്റ്റ് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഞാനൊന്ന് കൈ കഴുകിയിട്ട് വന്നു. ഇനിയിപ്പോൾ നന്നായിട്ടൊന്ന് ഇളക്കുക. ഇനി നമ്മൾ ചെയ്യേണ്ടത് ഇതിലേക്ക് കടുക് വറുത്ത് കൂട്ടുക എന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ നമുക്കിനി ആ പ്രോസസ്സിലേക്ക് പോകാം. ഞാനിപ്പോൾ നമ്മളുടെ ക്യാരറ്റ് കിച്ചടി ഞാനൊരു ചെറിയ ബൗളിലേക്ക് മാറ്റിയിട്ടുണ്ട്.
അതാകുമ്പോൾ കാണാനൊരു ഭംഗിയൊക്കെ ഉണ്ടാവുമല്ലോ. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഇപ്പോൾ അങ്ങനെ ചെയ്തത് കേട്ടോ. അപ്പോൾ നമുക്കിങ്ങനെ സെർവ് ചെയ്യുകയും ചെയ്യാം. ഞാൻ മാറ്റിയിട്ടുണ്ട്. കുറച്ച് എണ്ണ കടുക് വറുക്കാൻ ആവശ്യത്തിനുള്ളത് ഒഴിച്ചു കൊടുക്കാം. ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ കടുക് ഇട്ട് കൊടുക്കാം. ഒന്ന് പൊട്ടട്ടെ അത്. ഇതിലേക്ക് നമുക്ക് ഒരു മുളക് ജസ്റ്റ് പൊട്ടിച്ചിട്ട് ഇട്ട് കൊടുക്കാം. വറ്റൽ മുളക് ഇട്ട് കൊടുത്തു. ഇനിയിപ്പോൾ കുറച്ച് കറിവേപ്പിലയും. ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്യാണ്. ഞാനിതിനെ ഉഗ്രൻ കിച്ചടി പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റിയില്ലേ? അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അതുപോലെ തന്നെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടെ എനേബിൾ ചെയ്യുന്നുണ്ടെങ്കിൽ ഞാൻ ഉണ്ടാക്കുന്ന പുതിയ പുതിയ റെസിപ്പീസിന് നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. അപ്പോൾ താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്. നല്ലൊരു പുതിയ റെസിപ്പി ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരെ ബൈ, ടേക്ക് കെയർ. ഈ ക്യാരറ്റ് കിച്ചടി സ്നേഹപൂർവ്വം നിങ്ങൾക്കായി ഞാൻ സെർവ് ചെയ്യുന്നു. താങ്ക് യു.